സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനുമെന്റെ നാഥനെ നോക്കി വാഴുന്നു, നോക്കി വാഴുന്നു. സുഭാഷിതം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീനെന്ന് എബ്രായർ ലേഖനം 13 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. വാക്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ലെറ്റ് യുവർ കോണ്ടക്ട് ബി വിത്തൗട്ട് കവച്ചിയസ്നെസ്, ബി കണ്ടന്റ് വിത്ത് സച്ച് തിങ്സ് യു ഹാവ്. For he himself has said, I will never leave you nor forsake you. തൃപ്തിപ്പെടുക അല്ലെങ്കിൽ സംതൃപ്തനായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സംതൃപ്തനായിരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ളതിൽ നന്ദിയുള്ളവരാണെന്നും ആ നന്ദിയിൽ സംതൃപ്തിയും സന്തോഷവും അനുഭവിക്കുന്നു എന്നല്ലേ? ഓസ്കാർ വൈൽഡ് എന്ന എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്, ട്രൂ കണ്ടന്റ്മെന്റ് ഈസ് നോട്ട് ഹാവിംഗ് എവറിഥിങ് ബട്ട് ബീയിങ് സാറ്റിസ്ഫൈഡ് വിത്ത് എവറിഥിങ് യു ഹാവ്. എല്ലാം ഉള്ളതല്ല, മറിച്ച് ഉള്ളതെല്ലാം കൊണ്ട് തൃപ്തനാകുന്നതാണ് യഥാർത്ഥ സംതൃപ്തി. അധ്വാനം കൂടാതെ ഇരിക്കുന്നത് സംതൃപ്തിയല്ല. മെച്ചപ്പെട്ട ജീവിതം നേടുന്നതിനായി കഠിനാധ്വാനം ചെയ്യുമ്പോഴും അതിലും ഒരു സംതൃപ്തി. ആ അധ്വാനത്തിൽ നമ്മുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കണം. കീപ് യുവർ ലൈഫ്സ് ഫ്രീ ഫ്രം ദ ലവ് ഓഫ് മണി. എങ്ങനെയായിരുന്നാലും പണമുണ്ടാക്കുക എന്നുള്ള ഏക ചിന്തയോടെ ജീവിക്കുന്നവരാണ് ഈ ദ്രവ്യാഗ്രഹത്തിൽ അടിമപ്പെട്ടു പോകുന്നത്. അങ്ങനെയുള്ളവർക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ കഴിയുകയില്ല. അസന്തുഷ്ടി, ഉത്കണ്ഠ, ഭയം, കോപം ഇതെല്ലാം ദ്രവ്യാഗ്രഹത്തോടെ ചേർന്ന് വരാം. അതുകൊണ്ട് ലേഖനകർത്താവ് പറയുന്നത്, ഒരു വിശ്വാസി എന്ന നിലയിൽ നിങ്ങളുടെ ജീവിത രീതി ഒരിക്കലും അത്യാഗ്രഹത്തെക്കുറിച്ചായിരിക്കരുത്. കൂടുതൽ കൂടുതൽ നേടാൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരു മനോഭാവമല്ലേ അത്യാഗ്രഹം? മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ദൈവം നമുക്ക് നൽകാൻ ഉചിതമെന്ന് കരുതുന്നതിനേക്കാൾ കൂടുതൽ നേടാനുള്ള അമിതമായ വ്യഗ്രതയാണ് അത്യാഗ്രഹമെന്ന് വചനത്തിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയും. യൂദായ്ക്ക് സംഭവിച്ചത് അതല്ലേ? അരുമനാഥനെ ഒറ്റിക്കൊടുത്താലും വേണ്ടില്ല, വെള്ളിക്കാശ് ലഭിക്കണം. ലൂക്കോസ് 12:15 യേശു കർത്താവിന്റെ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നത്. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ എന്ത് പ്രവർത്തിച്ചാലും സമ്പാദിച്ചാലും സമ്പാദിച്ചില്ലെങ്കിലും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നാം കരസ്ഥമാക്കിയ നിത്യജീവൻ നഷ്ടപ്പെടുന്നതാകരുത്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു എന്ന് 1 തിമോഥെയോസ് 6:10 കാണുന്നു. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. നാം എന്ത് തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കും എന്നിങ്ങനെ വിചാരപ്പെടരുത്. ഇവയൊക്കെ നമുക്ക് ആവശ്യമാണെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം. യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ദൈവരാജ്യത്തിന്റെ മക്കളായി തീർന്നവർക്ക് ഒരു വാഗ്ദത്തം കൂടെ നാം വായിച്ച വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്: ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്നു. ദ്രവ്യാഗ്രഹമില്ലാത്തവരായി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാൻ പറയുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. ഒരിക്കലും കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാത്ത കർത്താവിൽ വിശ്വാസമർപ്പിക്കുക. അത് ഒരു ഭൗതിക നന്മയ്ക്കല്ല, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലുമാണ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപമാക്കുക എന്നുള്ളതാണ് കർത്താവിന്റെ പരമമായ ലക്ഷ്യം. കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് വേണ്ടത്. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല,
മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഗോഡ് ബ്ലെസ് യു ഓൾ വിത്ത് ദീസ് വേർഡ്സ്. മറ്റൊരു